ഹായ് മക്കളെ, നമുക്ക് ഈ ചോദ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലെ. ശ്രദ്ധിക്കും, ഇത് ഡൊമൈൻ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഇത് വന്നിട്ടുള്ളത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഡൊമൈൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോഗിനുള്ളിൽ ലോഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ലോഗ് എഫ് ഓഫ് എക്സ് ബേസ് ജി ഓഫ് എക്സ് ഇതേപോലൊരു ചോദ്യം വന്നാൽ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ആയിട്ട് വന്നിരിക്കുന്ന വില പൂജ്യത്തെക്കാൾ വലുതായിരിക്കണം എന്ന് നമുക്കറിയാം. ആ കണ്ടീഷൻ അവിടെ കൊടുക്കണം. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന വില പൂജ്യത്തെക്കാൾ വലുതായിരിക്കണം എന്നറിയാം, ബേസ് വാല്യൂ ആണെങ്കിലും. അതും നമ്മൾ എന്ത് ചെയ്യണം, ആ കണ്ടീഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന വില ഒരു കാരണവശാലും 1ന് ഈക്വൽ ആകാൻ പാടില്ല. ഈ 3 കണ്ടീഷൻസുകൾ കൊടുത്തിട്ട് വേണം നമ്മൾ ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇത് 3ഉം കൂടി ചേരുന്ന പോർഷൻ, ഇത് 3ഉം കൂടി ഇന്റർസെക്ഷൻ വരുന്ന വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്, ഈ രൂപത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എങ്കിൽ അതിനെ 90 ഇൻറ്റു ആ വാല്യൂസുകളുടെ സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എയും ബിയും സിയും ഡിയും ഇയും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അങ്ങോട്ട് എടുത്തു വെക്കാം. ദാ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ അവിടെ ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് 18x² മൈനസ് 11x പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന വാല്യൂ കൊടുക്കാം. ഓക്കെ, അതൊരു കേസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. അടുത്ത രണ്ടാമത്തെ നമുക്കൊരു കാര്യം ചെയ്യാം, 10x² മൈനസ് 17x പ്ലസ് 7 ഗ്രേറ്റർ ദാൻ 0, അത് രണ്ടാമത്തെ കേസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ നമുക്ക് പറയാം 10x² മൈനസ് 17x പ്ലസ് 7 എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആകാൻ പാടില്ല. മക്കളെ, എങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അതൊരു ക്വാഡ്രാറ്റിക് അല്ലേടാ. ക്വാഡ്രാറ്റിക്കിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാമല്ലോ. ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, സമ്മും പ്രോഡക്റ്റും വേണം. സമ്മിന്റെ വില -11 ആണ്. പ്രോഡക്റ്റ് എടുക്കാം. പ്രോഡക്റ്റ് നോക്കുമ്പോൾ 1 ആണ്. പക്ഷേ ഈ x² കൂടെ ഒരു 18 മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലേ, ആ 18 നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് 18 കിട്ടി, സമ്മ് -11 കിട്ടി. അങ്ങനെയാണെങ്കിൽ വാല്യൂ എന്തായിരിക്കും, -9ഉം -2 എടുക്കാം. -9ഉം -2ഉം -11 സം ചെയ്യുമ്പോൾ കിട്ടും, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 18 കിട്ടും. പക്ഷേ നമ്മൾ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ x² കൂടെ എത്രയാണോ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ആ വാല്യൂ ഞാൻ ഇവിടെ ഓരോ ടേമിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കളയണം. -9ൽ നിന്നും -2ൽ നിന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ, അത് x-1/2 ആയിരിക്കും. അടുത്തത് x-1/9 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0. വേവിക്കർ മെത്തേഡ് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ റിയൽ ലൈൻ വരയ്ക്കുന്നു. റിയൽ ലൈനിൽ നമ്മൾ നോക്കേണ്ടത് ഈ ടേം 0 കൊടുക്കാൻ, എക്സിന് 0 കിട്ടാൻ എക്സിന് കൊടുക്കേണ്ട വില എത്രയാ, അത് 1/9 ആണ്. ഈ ടേം 0 ആകാൻ എക്സിന് കൊടുക്കേണ്ട വില എത്രയാ, അത് 1/2 ആണ്. ഈ 1/9ഉം 1/2ഉം ഇതിൽ ആരാണ് ഏറ്റവും ചെറുത്, 1/9 ആണ്. അപ്പൊ ആ ചെറുതിനെ നമ്മൾ ആദ്യം എടുത്തെഴുതി, പിന്നെ 1/2 എടുത്തെഴുതി. ഈ സൈഡിനെ നമ്മളൊരു പോസിറ്റീവ് സൈഡായിട്ടല്ലേ കാണുക, പോസിറ്റീവ് സൈഡായിട്ടാണ് കാണുക. അപ്പൊ അവിടെ നമ്മൾ പ്ലസ് കൊടുക്കാം, ഇത് മൈനസ്, ഇത് പ്ലസ്. പോസിറ്റീവ് സൈഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എടുത്തിട്ട്. അപ്പൊ ഇനി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് നമുക്കറിയാം. അപ്പൊ പോസിറ്റീവ് വാല്യൂ വരുന്ന പോർഷൻസ് മാത്രം എടുക്കുക. -∞ മുതൽ 1/9 വരെ യൂണിയൻ 1/2 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ആ ടേം കിട്ടിക്കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത രണ്ടാമത്തെ ക്വാഡ്രാറ്റിക്കിനെയും സോൾവ് ചെയ്യാം. അവിടുത്തെ സം എത്ര നോക്കൂ. ആ ക്വാഡ്രാറ്റിക്കിന്റെ സം എന്ന് പറയുന്നത് -17 ആണ്, -17 ആണ്. ഇവിടുത്തെ പ്രോഡക്റ്റ് എത്രയാണെന്ന് നോക്കൂ. പ്രോഡക്റ്റ് 7 ആണെങ്കിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 70 എന്നാണ് കിട്ടുക. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ -17 കിട്ടണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 70 കിട്ടണം. നമുക്ക് വരുന്ന വാല്യൂ 10ഉം 7ഉം തന്നെ. -10ഉം -7ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 70 ആവും, ആഡ് ചെയ്യുമ്പോൾ -17 ആവും. പക്ഷേ x² കൂടെ നിൽക്കുന്ന വില 10 ആയതുകൊണ്ട് ആ 10 കൊണ്ട് രണ്ടുപേരെയും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന വില x-1 ഇൻറ്റു x-7/10 ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. ഇവിടെയും നമുക്ക് വേവിക്കർ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 7/10 എന്ന് പറയുന്ന 1നേക്കാൾ ചെറുതാണ്, അടുത്ത 1 ആണ്. അപ്പൊ ഈ സൈഡിന് നമുക്ക് പോസിറ്റീവ് സൈഡ് ആണ്. അപ്പൊ എന്ത് വരും, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രേറ്റർ ദാൻ 0 വരുന്നത് പോസിറ്റീവ് സൈഡാണ്. നമുക്ക് എന്തെടുക്കാം? -∞ മുതൽ 7/10 വരെ യൂണിയൻ 1 to infinity എന്നെടുക്കാം. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നു 10x² - 17x, ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ അത് +6 ആവും, നോട്ട് ഈക്വൽ ടു 0. എടാ ഇതും ഒരു ക്വാഡ്രാറ്റിക് അല്ലേ? ഈ ക്വാഡ്രാറ്റിക്കിനെയും ഒന്ന് ഫാക്ടറൈസ് ചെയ്യും. ഈ ക്വാഡ്രാറ്റിക്കിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മായിട്ട് വേണ്ടത് -17 തന്നെ, പക്ഷെ പ്രോഡക്റ്റ് ആയിട്ട് വേണ്ട വാല്യൂ 6 ആണ്. 6 × 10 ആണ്, ദാറ്റ് ഈക്വൽ ടു 60 ആണ്. അപ്പോഴും നമുക്ക് കിട്ടി -12ഉം -5ഉം എടുക്കാം. -12ഉം -5ഉം ആഡ് ചെയ്യുമ്പോൾ -17 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടും. സോ ഇവിടെ x² മുമ്പിൽ 10 ഉള്ളത് കൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പൊ ഇവിടെ എന്ത് വരും? x - 6/5 ഇൻറ്റു x - 1/2 നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഈ എക്സിന്റെ വിലയായിട്ട് ആര് വരാൻ പാടില്ല? 6/5 വരാൻ പാടില്ല. എക്സിന്റെ വിലയായിട്ട് 1/2 വരാൻ പാടില്ല. റെഡിയാണല്ലോ? ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്ന ഒരു പണി നോക്കൂ. ഇവിടെ ഞാൻ റിയൽ ലൈൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ ഞാൻ റിയൽ ലൈൻ എടുക്കുന്നു. ഇതിന്റെ വാല്യൂസിന്റെ ചെറുപ്പ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ ഒന്ന് അടയാളപ്പെടുത്താം. എന്താ നോക്കിയ മക്കളെ, 1/9 എന്ന് പറയുന്നത് 0.11 ആണ്. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. അടുത്ത 7/10 എന്ന് പറയുമ്പോൾ അത് 0.7 ആണ്. അടുത്തത് 6/5 എന്ന് പറഞ്ഞാൽ 1 something ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ ഇതിനെ ഒന്ന് കറക്റ്റ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് 1/9 എഴുതണം, പിന്നെ 0.5 അപ്പൊ 1/2 എഴുതണം, പിന്നെ 0.7 അപ്പൊ 7/10 എഴുതണം, പിന്നെ 1 എഴുതണം. 1 കഴിഞ്ഞിട്ട് നമ്മൾ 6/5 എന്ന് എഴുതിയാൽ മതി. റെഡിയാണല്ലോ? ഇത്രയും വാല്യൂസ് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്ന വില നോക്കിയേ. 1/9 -∞ മുതൽ 1/9 വരെ. 1/9 എടുക്കത്തില്ല, -∞ മുതൽ 1/9 വരെ. അടുത്തതാണെങ്കിലോ 1/2 മുതൽ ഇൻഫിനിറ്റി വരെ. കണ്ടോ? 1/2 മുതൽ ഇൻഫിനിറ്റി വരെ. 1/2 എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് നോക്കിയാൽ 7/10 പറ്റില്ല, പക്ഷേ -∞ മുതൽ 7/10 വരെ എടുക്കാം. ഇനി അടുത്തത് 1 എടുക്കാൻ പറ്റില്ല, 1 മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കാം. അടുത്ത മൂന്നാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 6/5 വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല, 1/2 വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ചേരുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയ ആണ് നമ്മുടെ റീജിയൻ. അപ്പൊ ദാ ഇത്രയും പോർഷൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? -∞ മുതൽ 1/9 വരെ പറ്റും യൂണിയൻ. അടുത്തത് 1/2 മുതൽ 7/10 വരെ പറ്റും. 1/2 മുതൽ 7/10 വരെ യൂണിയൻ. അടുത്ത 1 മുതൽ ഇൻഫിനിറ്റി വരെ പറ്റും. ആരെ ഒഴിവാക്കണം? 6/5. 1 മുതൽ ഇൻഫിനിറ്റി വരെ അവിടെ നിന്ന് 6/5നെ ഒഴിവാക്കിയാൽ നമുക്കറിയാം ഈ തന്നിരിക്കുന്നത് എയുടെ വിലയും, ഇത് ബിയുടെ വിലയും, ഇത് സിയുടെ വിലയും, ഇത് ഡിയുടെ വിലയും, ഇത് ഇയുടെ വിലയുമാണ്. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇനി കണ്ടുപിടിക്കേണ്ടത് 90 × a + b + c + d + e ആണ് അല്ലെ? 90 × a + b + c + d + e ആണ്. അതാ നമുക്ക് എഴുതാം 90 × എയുടെ വില 1/9 ബിയുടെ വില 1/2 സിയുടെ വില 7/10 ഡിയുടെ വില 1 ഇയുടെ വില 6/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 അടുത്തത് 45 63 63 90 5 ആവുമ്പോഴത്തേക്ക് ഇവിടെ 1 പിന്നെ 48 18 × 6 കിട്ടും. 80 × 6 108 കിട്ടും. 108. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 108 208 208 അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും 208 + 108. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 316 എന്ന ആൻസർ കിട്ടും. 316 ആണ് ആൻസർ വരിക. ഓക്കെ, ഇവിടെ കിട്ടും. ഇതാണ് ആൻസർ. റെഡി?